السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. വർത്തമാനകാലത്ത് കലാലയങ്ങളിലും നിരത്തുകളിലും എല്ലായിടങ്ങളിലും മതനിരാസ പ്രസ്ഥാനങ്ങളുടെ ചാകരയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇസ്ലാമിനെ ബാധിക്കുന്ന ചില മതനിരാസ പ്രസ്ഥാനത്തെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. കമ്മ്യൂണിസം, വഹാബിസം, അതിന്റെ മതനിരാസത്തിന്റെ ഇരുവശങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്കറിയാവുന്നതുപോലെ അവരുടെ അടിസ്ഥാനം അവരുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോകളിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. മതങ്ങൾക്കെതിരെ അവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 1930 നടന്ന പാർട്ടി കോൺഗ്രസിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, മതങ്ങൾക്കെതിരെയുള്ള പ്രമേയങ്ങൾ അവിടെ അവതരിപ്പിച്ച് അവർ പാസ്സാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് കമ്മ്യൂണിസം നടത്തിയ വിപ്ലവങ്ങൾക്ക് അതിരില്ലാതെ അവർ ലോകത്തൊരുപാട് മനുഷ്യരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി കമ്മ്യൂണിസം 94 ദശലക്ഷം വരുന്ന ജനങ്ങളെ ലോകത്ത് കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി എഴുതുന്നുണ്ട്. ജോർജ് ഓർവെൽ തന്റെ അനിമൽ ഫാം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു, വളരെ വൈരുദ്ധ്യമായ ഒരു ആശയമാണ് കമ്മ്യൂണിസത്തിൻ്റെത്. കാരണം കമ്മ്യൂണിസം ഏതൊന്നിനു വേണ്ടിയാണോ തുടങ്ങിയത് അതിന്റെ കൃത്യമായ പരിഹാരമോ അതിലേക്ക് ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു വിഭാഗം അത് വഹാബിസമാണ്. വഹാബിസത്തിന്റെ മതനിരാസ മുഖങ്ങൾ എവിടെയാണ് തെളിയുക എന്നുള്ളത് വളരെ അന്വേഷാർഹമാണ്. മാത്രമല്ല വഹാബിസം കടന്നു വരുന്നത് 1700 കാലഘട്ടങ്ങളിലാണ്. ഇബ്നു അബ്ദുൽ വഹാബാണ് അതിന്റെ സ്ഥാപകൻ. മാത്രമല്ല അക്കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ പറഞ്ഞ ആശയങ്ങൾക്കെതിരായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. വഹാബിസത്തിന്റെ വക്താവായ ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നുണ്ട്, പൂർവസൂരികളായ പണ്ഡിതന്മാരുടെ സ്മൃതികളുമായി ബന്ധപ്പെട്ട സിയാറത്ത് ചെയ്യൽ, അവയെ ആദരിക്കൽ പോലെയുള്ള കാര്യങ്ങൾ അത് വ്യക്തിപൂജയാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് അക്കാലത്ത് ജീവിച്ചിരുന്ന പാരമ്പര്യ മുസ്ലിംകളെ മുഴുവൻ മുശ്രിക്കാക്കി ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിലേക്കാക്കിയിട്ട് അവർ പ്രഖ്യാപിച്ചത് ഈ ലോകത്തുള്ള മുസ്ലിംകളോട് പോരാടണമെന്നും മാത്രമല്ല ഇന്ന് നിലനിൽക്കുന്ന മുസ്ലിം ഭരണകൂടങ്ങൾക്കെതിരെ പോരാടണമെന്നും പറഞ്ഞുകൊണ്ട് പാശ്ചാത്യ ശക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തവരാണ് വഹാബിസം എന്ന് പറയുന്നത്. വഹാബിസത്തിന്റെ പ്രധാന അജണ്ടകൾ അത് രാഷ്ട്രീയപരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു മാസത്തിനു മുമ്പ് സൽമാൻ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന ചാനലിന് അദ്ദേഹം ഇന്റർവ്യൂ നൽകി. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, വഹാബിസം രൂപീകരിക്കപ്പെട്ടത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് അഥവാ പാശ്ചാത്യർക്ക് വേണ്ടിയാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. എവിടെയാണ് വഹാബിസത്തിന്റെ മതനിരാസ മുഖങ്ങൾ വ്യക്തമാകുന്നത്? യുക്തിചിന്തയെ അടിസ്ഥാനപ്പെടുത്തി ഇസ്ലാമിന്റെ പാരമ്പര്യ നിയമങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും മെരുക്കിയെടുക്കുന്നതിലാണ് ഇസ്ലാമിന്റെ പാരമ്പര്യമായ അല്ലെങ്കിൽ യഥാർത്ഥമായ സത്യത്തെ തകർത്തു കളയുന്നത്. വഹാബിസത്തിന്റെ പല വിഷയങ്ങളും പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഇസ്ലാമിനെ ഇന്നും പലരും വിമർശിക്കുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ്. ഇതിന് ഊഴം നൽകിയത് വഹാബികളാണ്. വഹാബികളുടെ തലയിൽ നിന്നാണ് ഐസിസും അൽ ഖ്വയ്ദയും പോലെയുള്ള ലോക ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഉദിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവർ ആഗോളതലത്തിൽ ഇങ്ങനെ ഒരു മതനിരാസ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത് എങ്കിൽ കേരളത്തിലേക്ക് 1910-20 കാലഘട്ടങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ഇവിടെയുള്ള സുന്നികളായ പാരമ്പര്യ മുസ്ലിംകളുടെ പള്ളികൾ പിടിച്ചെടുക്കുകയും മഖ്ബറകൾ തകർക്കുകയും അവരുടെ വിശ്വാസങ്ങൾ ശിർക്കാണെന്ന് പറയുകയും ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. തികച്ചും മതനിരാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളുകയും സ്വഹാബത്തിനെ തള്ളുകയും താബിഈകളെ തള്ളുകയും ചെയ്ത ഇവർ എവിടെയാണ് യഥാർത്ഥ ഇസ്ലാമാണെന്ന് പറഞ്ഞ് പുരോഗമന പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇസ്ലാമിനെ പരിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത്? ഇവിടെയാണ് മതനിരാസത്തിന്റെ മുഖങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്.
വഹാബിസം കടന്നു വന്ന് ഏതാനും കുറച്ചു കാലം കഴിഞ്ഞ് അവർ കടന്നു വന്നത് ഐക്യ സംഘടന എന്ന ഐക്യ സംഘം എന്ന രൂപത്തിലാണ്. എന്നിട്ട് ഇവിടെയുള്ള സുന്നികൾ മുശ്രിക്കാണെന്ന് പറയുന്നതിലൂടെ കേരളത്തിലെ മുസ്ലിംകളുടെ ഈമാൻ തെറ്റിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. നവകാലത്ത് യൂറോപ്പിലും മറ്റും പാശ്ചാത്യ ലോകത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ അറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരെല്ലാം ചെന്നുവിടുന്നത് ഇത്തരത്തിലുള്ള പിഴച്ച ആശയത്തിലേക്കാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരായ ദാഴികളെ, നമുക്ക് നമ്മളുടെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ മേഖലകൾ ഇനിയും വിശാലമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഇനിയും അന്വേഷണങ്ങളും സാധ്യതകളെയും അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.